നമസ്കാരം. ഞാൻ ലെനിൻ. വലിയ ലോകത്തിലെ ചെറിയ കാര്യങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ കേരളത്തിൽ രാഷ്ട്രീയ ബോധമുള്ള എല്ലാവരും കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വരെയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് 2 വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. രണ്ടാമത്തെ വീഡിയോയ്ക്ക് വന്നിട്ടുള്ള ഒരു പ്രധാന കമൻറ്റ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വന്നുള്ള ഒരു അഭിപ്രായം, ഇപ്പോൾ നിലനിൽക്കുന്ന LDF ഗവൺമെൻറ്റിനെതിരെ എന്ത് അഭിപ്രായമാണ് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്, എന്തുകൊണ്ടാണ് LDF ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വിധിയെഴുത്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് ഞാൻ വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ LDF ഗവൺമെൻറ് ഒരു തുടർഭരണം വേണം എന്ന് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ വരും എന്ന് അവകാശപ്പെടുന്നത് ഇതുവരെ കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ്. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച വേണമെങ്കിൽ LDF തന്നെ തിരിച്ചു വരണം എന്നുള്ളതാണ് LDFൻ്റെ ആവശ്യം. ഇവർ പറഞ്ഞു വരുമ്പോൾ നമുക്ക് തോന്നുന്നത് 2016 പിണറായി വിജയൻ മഴുവെറിഞ്ഞ് കണ്ടെടുത്തതാണ് കേരളം എന്നുള്ള സംസ്ഥാനം എന്നാണ്. കേരളത്തിൽ ഇന്ന് കാണുന്ന ഈ വികസനങ്ങൾ കേരള സംസ്ഥാനം ഉണ്ടായത് മുതൽ അല്ലെങ്കിൽ അതിനു മുൻപ് തൊട്ടേ ഉണ്ടായിട്ടുള്ള വികസനങ്ങളുടെ ഒരു തുടർച്ചയാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് 2016 ശേഷം ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ 2016 വിഭാവനം ചെയ്ത പുതിയ ഏത് പദ്ധതിയാണ് പിണറായി വിജയൻ നടപ്പിലാക്കിയിട്ടുള്ളത്? അതിനു മുമ്പ് എതിർത്തിട്ടില്ലാത്ത ഏത് പദ്ധതിയാണ് പിണറായി വിജയൻ 2016 മുതൽ 2026 വരെ നടപ്പിലാക്കിയത്? ഒന്നുമില്ല. ഇതുവരെ ഇടതുപക്ഷ സർക്കാരുകൾ നടപ്പിലാക്കിയുള്ള എല്ലാ പദ്ധതികളും മറ്റുള്ള ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് അതിനെ നടപ്പിലാക്കാൻ സമ്മതിക്കാതെ പിന്നീട് അധികാരം കിട്ടുമ്പോൾ അതിൻ്റെ ഗുണം മുഴുവൻ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭരണം കിട്ടുന്ന സമയത്ത് നടപ്പിലാക്കുന്ന രീതിയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത്തരം ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും പ്രമാദമായിട്ട് പറയാവുന്നത്, ഇടതുപക്ഷ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു കഴിവായിട്ട് പറയുന്നതാണ് 1957 ഒന്നാം കേരളത്തിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ, ലോകത്തിൽ ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ. EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുണ്ടായ മന്ത്രിസഭയിലെ കൃഷിമന്ത്രിയായിരുന്ന സഖാവ് KR ഗൗരിയമ്മ അവതരിപ്പിച്ച ഭൂപരിഷ്കരണ നിയമം. ഭൂപരിഷ്കരണ നിയമം എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ അതുപോലൊരു ബില്ല് ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് അന്നല്ല, 1954 തിരുക്കൊച്ചി സംസ്ഥാനത്തിൽ, അന്ന് കേരളം എന്നുള്ള സംസ്ഥാനം രൂപീകൃതമായിട്ടില്ല, തിരുക്കൊച്ചി പിന്നെ മലബാർ മദിരാശിയുടെ ഭാഗം. അന്ന് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു, കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി. പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ധനകാര്യമന്ത്രിയായിരുന്ന PS നടരാജൻ പിള്ള അവതരിപ്പിച്ചിട്ടുള്ള ബില്ലിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് ഈ ഭൂപരിഷ്കരണ നിയമം. അന്ന് അദ്ദേഹത്തിന് അത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയില്ല. അന്ന് PSPനെ പിന്തുണച്ചിരുന്ന കോൺഗ്രസും പ്രതിപക്ഷത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഈ ബില്ലിനോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് അറിയില്ലായിരുന്നു. കാരണം ഇത്രയും ജനോപകാരപ്രദമായൊരു ബില്ലിനെ എതിർത്താൽ അതിൻ്റെ പേരിൽ ജനങ്ങൾ പാർട്ടിക്കെതിരാവുകയും ഈ ബില്ലിനെ അനുകൂലിച്ച് ബില്ല് പാസ്സായാൽ ഇത്രയും നല്ലൊരു ബില്ല് പാസ്സാക്കിയതിൻ്റെ പേരിൽ നമ്മുടെ അണികളൊക്കെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്ക് ഒഴുകിപ്പോകും എന്നുള്ള പേടിയും, ഈ 2 വികാരങ്ങൾക്കിടയ്ക്ക് ഇതിനെതിരെ ഒരു നിലപാടെടുക്കാൻ അല്ലെങ്കിൽ ഇതിനോട് ഒരു നിലപാടെടുക്കാൻ ഈ 2 പാർട്ടികൾക്കും കഴിഞ്ഞില്ല. അവരത് മൗനം പാലിക്കുകയാണ് ചെയ്തത്. അതിനു മുൻപ് 1950 ജമ്മു കാശ്മീരിൽ ലാൻഡ് ടു ട്രില്ല് ബില്ല് വന്നിട്ടുണ്ട്. 1921 മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള എന്നൊക്കെ വിളിക്കുന്ന അതിന് ശേഷം മദിരാശിയിൽ C ശങ്കരൻ നായരുടെ നേതൃത്വത്തിൽ മലബാർ കുടിയാൻ ബില്ല് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ആശയം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഭൂപരിഷ്കരണ നിയമം ഉണ്ടായിട്ടുള്ളത്. ഈ ഭൂപരിഷ്കരണ നിയമം അന്ന് KR ഗൗരിയമ്മ അവതരിപ്പിച്ച സാധനത്തിന് രാഷ്ട്രപതി ഒപ്പിടാത്തതിൻ്റെ പേരിൽ ആ ബില്ലന്ന് പാസ്സായില്ല എന്നുള്ളത് വേറെ സത്യം. പിന്നീട് CH സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ബില്ല് പാസ്സാക്കിയെടുക്കുന്നത്. ഈ ബില്ല് പാസ്സായതിന് ശേഷവും എന്തുണ്ടായി? ബില്ല് പാസ്സായിട്ട് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർക്ക് ഭൂമി കിട്ടിയോ? ഭൂമി കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അതിനന്ന് നിലനിന്നിരുന്ന പാട്ടവ്യവസ്ഥയാണ് അതിന് കാരണം. പണിയെടുത്തിരുന്ന കർഷകർ ജന്മികളിൽ നിന്ന് നേരിട്ട് ഭൂമി പാട്ടത്തിനെടുത്തിട്ടല്ല കൃഷി ചെയ്തിരുന്നത്. ജന്മികളിൽ നിന്ന് അതിന് താഴെയുള്ള സമൂഹത്തിലെ കുറച്ചുകൂടി ഈ നമ്പൂതിരികൾക്ക് അല്ലെങ്കിൽ ജന്മിമാർക്ക് താഴെയുള്ള നായന്മാരെ
പാട്ടത്തിനെടുക്കും. അവരിൽ നിന്ന് അതിനേക്കാൾ കുറച്ച് താഴെയുള്ള കീഴ്പ്പാട്ടത്തിനെടുക്കും. അതിനും താഴെയുള്ളവരാണ് ഈ കർഷകർ മണ്ണിൽ പണിയെടുത്തിരുന്നത്. ഇവർക്ക് ഈ ഒരു പാട്ടത്തിനെടുത്തിട്ടാണ് കൃഷി ചെയ്തിരുന്നതെന്നുള്ള ഒരു ഡോക്യുമെൻ്റൊന്നും ഇവരുടെ കയ്യിൽ ഇല്ലാതിരുന്നത് കൊണ്ട് ഇവർക്ക് കൃഷിഭൂമിയൊന്നും ഇവർക്ക് പതിച്ച് കിട്ടിയില്ല. കൃഷിഭൂമി പതിച്ച് കിട്ടിയത് ജന്മിയിൽ നിന്ന് നേരിട്ട് പാട്ടത്തിനെടുത്ത ഈ നായന്മാർക്കും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബില്ലിൻ്റെ കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അതൊന്നും നടപ്പിലായിട്ടില്ല എന്നുള്ളത് വേറൊരു സത്യം. പിന്നെ നമുക്ക് പിണറായി സർക്കാരിലേക്ക് ഉണ്ടാകും. പിണറായി സർക്കാരിന് മുമ്പ് ഇടതുപക്ഷ സർക്കാരുകൾ മുൻപുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരുകൾ എതിർത്ത് നടപ്പിലാക്കാതിരുന്ന സംഭവങ്ങൾ, ജപ്പാൻ കുടിവെള്ള പദ്ധതി, ADB വായ്പ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, ഈ സാധനങ്ങൾ മുഴുവനും നഖശിഖാന്ത് എതിർത്താണ്. പക്ഷേ ഇവരൊക്കെ ഭരണത്തിൽ വന്നപ്പോൾ തിരിച്ച് ഇത് നടപ്പിലാക്കുകയും ചെയ്തു. 2016 വന്ന പിണറായി സർക്കാർ ഇപ്പോൾ അവകാശപ്പെടുന്ന ഏറ്റവും വലിയ സംഭവമാണ് NH-66 ഡെവലപ്മെൻറ്റ്. NH-66 പിണറായി വിജയൻ എത്ര എതിർത്താലും അത് നടപ്പിലാവുമായിരുന്നു എന്നുള്ളതാണ് വേറെ സത്യം. കാരണം NH-66 ഡെവലപ്മെൻറ്റ് കേന്ദ്രത്തിൻ്റെ ആവശ്യമായിരുന്നു. വിഴിഞ്ഞം പോർട്ട് അദാനി ഏറ്റെടുത്തപ്പോൾ ആ വിഴിഞ്ഞം പോർട്ടിലേക്കുള്ള കണ്ടെയ്നർ മൂവ്മെൻറ്റ് സുഗമമായിട്ട് നടക്കാൻ അവിടേക്കുള്ള റോഡുകൾ വികസിക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമാണ്. അപ്പോൾ ലാൻഡ് അക്വിസിഷൻ്റെ 25% കിട്ടുന്ന പോർട്ടെന്ന് ചോദിച്ച നിതിൻ ഗഡ്കരി അത് വാങ്ങിച്ചു, അത് നടപ്പിലാക്കി എന്നുള്ളതാണ് സത്യം. ഈ ലാൻഡ് അക്വിസിഷൻ്റെ 25% മാത്രം ചിലവാക്കിയതിൻ്റെ പേരിലാണ് ഇത് നമ്മുടെ പദ്ധതിയാണ് എന്ന് ഈ 8 കാര്യം മുമ്പ് അവകാശപ്പെടുന്നത്. കേരളത്തിൽ 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ 100 കോടി രൂപയാണ് ചിലവ് എന്നാണ് നിതിൻ ഗഡ്കരി പാർലമെൻറ്റിൽ പറഞ്ഞത്. അപ്പോൾ 600 ചില കിലോമീറ്ററുള്ള NH-66 കേരളത്തിൽ പണിയാൻ എത്ര കോടി രൂപയായിട്ടുണ്ടാവും? അതിൽ 25% മാത്രം, അതിൻ്റെ 25% ഇല്ല, അതിനു വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% ചിലവാക്കിയതിൻ്റെ പേരിലാണ് അത് അവകാശപ്പെടുന്നത്. പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ, ഈ ഗെയിൽ അതിൻ്റെ ഇടയ്ക്ക് ഈ NH-66 കുറിച്ച് വേറൊരു കാര്യമാണ് പറയാനുണ്ടെങ്കിൽ, NH-66 45 മീറ്ററിൽ പാടില്ല എന്ന് പറഞ്ഞിട്ട് 2013 ഹർത്താൽ നടത്തിയ പാർട്ടിയാണ് CPIM. ഇതൊക്കെ ജനങ്ങളുടെ മുൻപിലുണ്ട്, ജനങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ട്, ഇല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഗെയിൽ പദ്ധതിക്കെതിരെ എത്രയോ ശക്തമായി സമരം നടത്തിയതാണ് ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ. മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ബോംബാണ് ഗെയിൽ പദ്ധതി എന്ന് വരെ പറഞ്ഞുണ്ടാക്കി. എന്നിട്ടിപ്പോൾ ഒരു ഉളുപ്പില്ലാണ്ട് അതൊക്കെ ഞങ്ങൾ നടപ്പിലാക്കി എന്ന് വിളിച്ചു പറയുമ്പോൾ ഇത്രയും വികസന പദ്ധതികൾ കേരളത്തിൽ വരുന്നതിന് തടസ്സപ്പെടുത്തിയതിന് അല്ലെങ്കിൽ അത് വൈകിപ്പിച്ചതിന് കേരള ജനതയോട് ഒരു മാപ്പ് പറയെങ്കിലും വേണ്ട, ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഒരു മാപ്പ് പറഞ്ഞിട്ട് വേണ്ട ഇതിൻ്റെ പേരിലൊക്കെ ഊറ്റം കൊള്ളാൻ. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ട്. ഒരവസരം കിട്ടുമ്പോൾ അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്നറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് കേരളത്തിൽ നിലക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും നാളെ ഉണ്ടാവുക എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് എന്തും ചെയ്ത് അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? പ്രതിപക്ഷത്തിരുത്താൽ പാർട്ടിക്ക് എന്ത് ദോഷം സംഭവിക്കുന്നതാണ് പാർട്ടി കരുതുന്നത്? 1000 തെരഞ്ഞെടുപ്പ് തോറ്റാലും നിലപാടിൽ മാറ്റം വരുത്തില്ല എന്ന് പറഞ്ഞത് പാർട്ടി നേതാവ് സുരാജ് അല്ലേ? അല്ലെങ്കിൽ 4 വോട്ടിന് വേണ്ടിയിട്ട് കണ്ണിക്കണ്ട ഒരു മതമേലധ്യക്ഷൻ്റെയും തിണ്ണ കയറി ഇറങ്ങില്ല എന്ന് പറഞ്ഞത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? എന്നിട്ട് ഇപ്പോൾ എല്ലാവരുടെയും വോട്ടിന് വേണ്ടിയിട്ട് ആരുടെ കാലും പിടിക്കാനും ആരുടെയും പ്രശ്നം താങ്ങാനും ഒരു മടിയില്ലാത്തവരായിപ്പോയില്ലേ അവർ? പമ്പാ തീരത്ത് അയ്യപ്പ സംഗമം നടത്തും. അതിലേക്ക് കേരളം എന്ന സംശയദൃഷ്ടിയോടെ മാത്രം കാണുന്ന വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ, സർക്കാർ കാറിലും ഇരുത്തിക്കൊണ്ടു ക്ഷണിച്ചു കൊണ്ടുവരാം. NSSൻ്റെ പ്രസിഡന്റ് സുകുമാരൻ നായരെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി ആദരിക്കുക. ഇതൊന്നും പോരാണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന തീവ്രവാദ സംഘടനയായ SDPIയുടെ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുക. എന്നിട്ട് അവരോട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേമത്ത് വോട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുക. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ് അവിടെ SDPI
അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പാർട്ടി നേതാവ് തന്നെ SDP നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം അത് ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടല്ല വോട്ട് ചെയ്യുന്ന, ആര് വോട്ട് ചെയ്താലും ഞങ്ങൾ സ്വീകരിക്കും. ആരുടെ വോട്ടും സ്വീകരിക്കാവുന്ന തരത്തിലേക്ക് എന്തിനാണ് പാർട്ടി തരം താണ് പോകുന്നതെന്നാണ് എനിക്ക് ചോദിക്കുന്നത്. പാർട്ടിയുടെ നിലപാട് ഇതാണ്: വെറുക്കപ്പെട്ടവരുടെ വോട്ടുകളൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഈ നിലപാടുകളുള്ള പാർട്ടിയെ പ്രതിപക്ഷത്തിരുത്താനാണ് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ടാണ് പാർട്ടി കാണിക്കാത്തത്? എന്തിനു വേണ്ടിയാണ് എന്തു ചെയ്തും അധികാരത്തിൽ കടിച്ചു തൂങ്ങിയേ പറ്റൂ എന്ന് പാർട്ടി തീരുമാനിക്കുന്നത്? അതിനുവേണ്ടി എന്ത് നിലപാടും, മുൻപെടുത്തിരുന്ന എല്ലാ നിലപാടുകളിലും വെള്ളം ചേർക്കാനും ആരുടെ പൃഷ്ഠം താങ്ങാനും പാർട്ടി തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? അത്തരം നിലപാടുകൾ ജനങ്ങൾ കണ്ട് വിലയിരുത്തും എന്നറിയാവുന്നത് കൊണ്ടാണ്. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പാർട്ടിയുടെ മൂല്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയതുകൊണ്ട് പാർട്ടീനെ സ്നേഹിക്കുന്ന സഖാക്കൾ, നല്ല സഖാക്കൾ പോലും പാർട്ടിക്കെതിരെ തവണ വോട്ട് ചെയ്യും. അത് പാർട്ടി 5 കൊല്ലം പ്രതിപക്ഷത്തിരുത്ത് ഒന്ന് നന്നാവട്ടെ എന്ന് വിചാരിച്ച് പാർട്ടീനെ സ്നേഹിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും പാർട്ടിക്കെതിരെ വോട്ട് ചെയ്ത് പാർട്ടീനെ 5 വർഷം പ്രതിപക്ഷത്തിരുത്തും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. താങ്ക് യു. നമസ്കാരം.